ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ലേ പണിക്ക് പോകാനായിട്ട് എന്തായാലും ടൈമായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് പണിക്ക് എന്തായാലും പോകാനായിട്ട് ടൈമായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒമിനിയാണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഗൈസ് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. ഓക്കെ, എൻ്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റായിട്ട് പണ്ടപ്പോഴോ തന്നതാണ്. ഓക്കെ, ഈ വണ്ടി തന്ന സമയത്ത് ഒരു അഴുക്ക കണ്ടീഷനിലായിരുന്നു ഗൈസ്. മൊത്തം തുരുമ്പ് പിടിച്ച് ആകെ ഇടിച്ചൊരു സ്ക്രാപ്പ് കണ്ടീഷനിലായിരുന്നു ഗൈസ് വണ്ടി എന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ 2 ലക്ഷം രൂപ ഇറക്കിയ ഈ അവസ്ഥയിലോട്ട് വണ്ടി മാറ്റിയെടുത്താണ്. വണ്ടി ഫുള്ള് സ്റ്റോക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നീല പെയിൻ്റ് അടിച്ചൊന്ന് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, വേറെ വ്യത്യാസം തന്നെ ഒന്നുമില്ല കേട്ടോ. മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മാത്രമുള്ള പൈസയൊന്നുമില്ല കേട്ടോ. ആ 2 ലക്ഷം രൂപ തന്നെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, ലോണായിട്ടാണ് ആ 2 ലക്ഷം രൂപ എടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ മാസം 1000 രൂപ വെച്ച് അടയ്ക്കും കേസ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്കാണെങ്കിലില്ല ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചാക്ക് വെക്കണ ജോലിയും കണക്കാണ് കേട്ടോ ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, അത്രമാത്രം പൈസയൊന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു മാസം 1000 രൂപയ്ക്ക് അടയ്ക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഒരു മാസത്തെ സാലറി എന്ന് വെച്ചാൽ 5000 രൂപയാണ് കേട്ടോ. 5000 നിന്ന് 1000 കുറഞ്ഞ കേസ്. ഇപ്പം 4000 ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ട് എത്ര 900 രൂപയാണ് കേസ് ഇപ്പം എന്തായാലും അടയ്ക്കണേന്ന് വെച്ചാൽ കേസ്. ഓക്കെ, എന്തായാലും സെറ്റാണ്. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ഇല്ലേ നമ്മുടെ ഒമിനിയും കണക്ക് എന്തായാലും ബാക്കിലോട്ട് എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് എന്തായാലും പോകാൻ കേസ്. ഓക്കെ, നമ്മുടെ സൈറ്റിലോട്ട് അങ്ങ് പോകാം. ഓക്കെ, ചാക്ക് വെക്കണ ജോലിയാണ്. എൻ്റെ പൊന്ന് ഇതെന്താണ് ആക്സിഡൻറ്റ്. ഓക്കെ, ഈ ആക്സിഡൻ്റായ വണ്ടികളൊക്കെ എടുത്ത് വല്ല വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും കേട്ടോ. അത് മാത്രമല്ല കേസ്, എല്ലാ ദിവസവും കളിയാക്കലാണ് കേസ്. ഓക്കെ, ഈ കളിയാക്കലൊക്കെ ഒരു പരിധിയില്ലേ കേസ്. എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഈ വണ്ടി തന്നെയാണ് കേസ്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള എല്ലാവർക്കും എന്നെക്കാളും താഴെയുള്ള പണിക്കാർക്ക് വരെ കേസ് നല്ല രീതിക്ക് സ്വിഫ്റ്റും പിന്നെ നമ്മുടെ ഏതാണ് താറും അങ്ങനെ കുറേ നല്ല വണ്ടികളുണ്ട് കേസ്. എനിക്ക് മാത്രമാണ് കേസ് ഈ കാണുന്ന ഏതാണ് മാരുതി സുസുക്കി ഒമിനി ഉള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, ഈ വണ്ടിക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത്. ഓക്കെ, എന്തായാലും ഒരു നൈസൊരു വണ്ടിയാണ് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, മിഡിൽ ക്ലാസ് അല്ല കേസ്, റിച്ചായ ആൾക്കാർ വരെ ഈ വണ്ടി കുറേ റെയറായിട്ട് എവിടെന്നെങ്കിലൊക്കെ കഷ്ടപ്പെട്ടെടുത്ത് മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റാക്കി ഇറക്കുന്നുണ്ട്. ഓക്കെ, ഇത് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് ഇത്രയും പുച്ഛമെന്ന് വെച്ചാൽ. ഓക്കെ, ഓക്കെ ഗൈസ്, ഇതിപ്പോൾ എന്താണ്? ഓക്കെ, നമ്മുടെ ഫ്രണ്ട് ലാമറല്ലേ. ഓക്കെ, അവ എന്നെ രാവിലെ തന്നെ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അവ എന്തിനാണ് വിളിച്ചതെന്ന് അറിഞ്ഞിട്ടോ. പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഏരിയയിലോട്ട് വന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ആ ഫ്രാങ്ക്ലിനെ ഞാനില്ല നിന്നെ ഒരു അടിപൊളി സാധനം കാണിക്കാനായിട്ടാടാ വിളിച്ചതെന്ന് വെച്ചാൽ. എന്താടാ ലാമറ, എന്ത് സാധനടാ കാണിക്കാൻ വിളിച്ചാ? അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പം എന്നോട് വാടാ. അല്ലട ലാമറ, ഞാനൊരു സംശയം ചോദിച്ചോട്ടാ. എടാ, ഇവിടെ നിൻ്റെ മറ്റേ നിഞ്ച മാത്രമല്ലേ ഉള്ളൂ. എടാ, നിൻ്റെ കയ്യിലൊരു താറുണ്ടായിരുന്നല്ലോ, ആ താറ് ഇവിടെ എടാ? എടാ, നീ ഇന്നും നിന്റെ പൊട്ട ഒമിനിയും കൊണ്ടടാ വന്നത്. ഒന്ന് പോടാണെന്ന്. എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെ പോലത്തെ ഈ വണ്ടി തന്നെ ധാരാളമാണ്. എത്ര പേർക്ക് വണ്ടി പോലും ഇല്ല. എൻ്റെ കയ്യിൽ വണ്ടിയെങ്കിലും ഉണ്ട്. അത് നിനക്കറിയാമോ? നീ എല്ലാ ദിവസവും നിൻ്റെ വീട്ടിൽ വന്നാലും എന്തിനാണ് എൻ്റെ ഒമിനിയെ വെച്ച് കുറ്റം പറയണ? അത് പോട്ട്, നിനക്കുള്ള താറല്ലേ? അത് നോർമലായിട്ടുള്ളൊരു വണ്ടി തന്നെയല്ലോ. പിന്നെ അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് എല്ലാം ചെയ്യാം. നീ എന്തിനാ എൻ്റെ ഒമിനിയെ കുറ്റം പറഞ്ഞ? ഇനി മേലെ എൻ്റെ ഒമിനിയെ കുറ്റം പറഞ്ഞാൽ ഞാൻ നിന്നെ വെച്ചേക്കില്ല കേട്ടാ. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. ഞാൻ എൻ്റെ ആ ഒമിനി വെച്ചോണ്ട് തന്നെ ഇരിക്കുക. ഞാനിപ്പോൾ നിനക്കെന്ത്? ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. ഞാൻ ഇപ്പം അതൊന്നും പറയാമല്ല നിന്നെ വിളിച്ച. പിന്നെ എന്ത് കാര്യം പറ? എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ കയ്യിലൊരു താറുണ്ടായിരുന്നല്ലോ. ആ താറെന്ത് ഇത് വല്ലവനെ അടിച്ചിട്ട് പോയാ? ഇല്ലടാ ഫ്രാങ്ക്ലിനെ, അന്ന് പറയട്ടാ. എന്നാ പിന്നെ പറഞ്ഞു തോല. എടാ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന താറില്ലേ, ആ വണ്ടി ഞാൻ നൈസായിട്ട് വിറ്റ് കേട്ടാ. ആ വണ്ടി നൈസായിട്ട് ഞാൻ എന്തായാലും വിറ്റിട്ട് ഞാനാണ് ഇപ്പോൾ ഒരു അടിപൊളി ലക്ഷറി കാർ വാങ്ങിച്ച്. ലക്ഷറി കാറാ? നിനക്ക് ഇവിടെ നിന്നാ പൈസ കിട്ടിയ? അത് പിന്നെ ഫ്രാങ്ക്ലിനാ. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചും പിന്നെ ഞാൻ ഒരു അടിപൊളി ബാങ്ക് റോബെല്ലാം ചെയ്ത് ഏകദേശം ഒരു 10 കോടി രൂപ നൈസായിട്ട് ഉണ്ടാക്കി കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വേറെയും കുറേ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് ഞാൻ ഒരു 100 കോടി നൈസായിട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടാ. എന്നിട്ട് അതിലാണെങ്കിൽ ഞാൻ 2-3 കോടിയൊക്കെ വെച്ച് ഞാൻ ഒരു അടിപൊളി വണ്ടിയൊക്കെ നൈസായിട്ട് വാങ്ങിച്ച്. എനിക്കിവിടെ ഇപ്പം എത്രയാണ് കാശിൻ്റെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ഇവിടെ മാർക്കോ സിനിമയിലുള്ള അവിടെ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഏതാണ് ഡിഫൻഡർ അല്ലേ, ലാൻഡ് റോവർ ഡിഫൻഡർ. ആ ഉണ്ണി മുകുന്ദൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ മാർക്കോയിലുള്ള ആ വണ്ടി നൈസായിട്ട് പർച്ചേസ് ചെയ്ത്. ഉണ്ണി മുകുന്ദൻ്റെ വണ്ടി പർച്ചേസ് ചെയ്യുക? അതിന് ഉണ്ണി മുകുന്ദനെ എപ്പോഴാണ് നിനക്ക് വണ്ടി വിറ്റത്? അല്ലടാ ഫ്രാങ്ക്ലിൻ, അങ്ങനെ അല്ലടാ. ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഡിഫൻഡർ പോലെ തന്നെ ഞാൻ എന്തായാലും വണ്ടി പണിഞ്ഞിറക്കി എല്ലാം കിടിലൻ ബ്ലാക്കൊക്കെ അടിച്ചു വെച്ച്. ഇതെന്താടാ? ഇത് തന്നെ എൻ്റെ വണ്ടി. എന്നാലും എൻ്റെ ലാമറേ, ഇതെന്ത് വണ്ടിയടാ? എടാ, കാണാൻ ലുക്കായിട്ടുണ്ട് ഏട്ടാ. ഫ്രാങ്ക്ലിനെ നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി? പിന്നെ അല്ലാതെ ഡിഫൻഡറിൻ്റെ ഫേവറേറ്റ് വണ്ടി.
എടാ ലാമറ ഞാൻ വണ്ടി ഓടിച്ചു നോക്കട്ടെ എടാ. എൻ്റെ വണ്ടി എടുക്കല്ലേ ഡേയ്. നീ എൻ്റെ വണ്ടി എടുത്തോണ്ട് എവിടെയാണ് പോണേ? എന്താ ലാമറ ഇങ്ങനെയൊക്കെയാണോ നീ പറയണത്? നീ എൻ്റെ വണ്ടിയോടെ മര്യാദയ്ക്ക് പോയി. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ? സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കൈ വെട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താടാ സ്റ്റാർട്ട് ചെയ്യും? നീ എന്നെ എന്ത് ചെയ്യും? എടാ ഫ്രാങ്ക്ലിനാ, നീ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടാ. നിനക്ക് എന്ത് ധൈര്യമാടാ എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റേ? ഞാൻ ഇനി എന്ത് മാറ്റും? നീ എന്നെ എന്ത് ചെയ്യും? എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. നീ ഇപ്പം എൻ്റെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ ഇത്രയും നേരം വിളിച്ചു പറഞ്ഞിട്ടല്ലോ നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണേന്ന് നോക്കിക്കോ. എടാ എൻ്റെ ഓമിനി ഒന്ന് ചെയ്യലടാ. എടാ പൊട്ടാ നിൽക്കടാ, എൻ്റെ ഓമിനി ഒന്ന് ചെയ്യലോ. ഒന്ന് പോടാ അവിടുന്ന്. അല്ല പിന്നെ എന്നാലും എൻ്റെ ലാമറ നീ ഇത് എന്ത് പണിയടാ കാണിച്ചാ? എടാ ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. നീ എന്തിനാ എൻ്റെ ഡിഫൻഡർ സ്റ്റാർട്ട് ചെയ്താ? അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ ഇങ്ങനൊരു ശിക്ഷ തന്നാ. എന്നാലും എൻ്റെ ലാമറ ഇത് വലിയ കഷ്ടം തന്നെടാ. നീ എന്തായാലും ഞാൻ നിന്റെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയെന്നല്ലേ ഉള്ളൂ. അത് മാത്രമല്ല വണ്ടി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തു നോക്കി. പക്ഷെ നീ എന്തിനാടാ എൻ്റെ ഒമ്മിനി കത്തിച്ചളഞ്ഞത്? കത്തിക്കാൻ മാത്രമല്ല അതിൻ്റെ ഗ്ലാസ് അടിച്ചൊട്ടിച്ച് അതിൻ്റെ അകത്ത് 7-8 സ്റ്റിക്കി ബോംബ് എടുത്ത് പറഞ്ഞ ഒറ്റ അടി. നിന്റെ വണ്ടി ടോർച്ചർ ചെയ്ത് കത്തിച്ച പോലെയാണ് ഞാൻ കത്തിച്ചത്. എന്നാലും എൻ്റെ ലാമറേ ഇത് പാടില്ലായിരുന്നു കേട്ടാ. നീ ഇപ്പം ചെയ്ത് ഒട്ടും ശരിയായില്ല കേട്ടാ. ഞാൻ നിന്റെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയല്ലോ. നിന്റെ വിചാരം കണ്ടാ തോന്നി ഞാൻ നിന്റെ വണ്ടി ഇടിച്ച് പൊളിച്ച് വെളിയിൽ ഇറക്കിയെന്ന്. എന്തായാലും നീ ഇപ്പം ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു ഒമിനി. ഒന്ന് പോടാ അവിടെ നിന്ന്. നിന്റെ ഫേവറേറ്റ് വണ്ടി തേങ്ങാക്കൊല. നീ കാരണം ഇപ്പം എനിക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ഞാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് പോടാ അവിടെ നിന്ന്. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഇനി ചവിട്ടി പോലെ പടി. ഞാൻ ചവിട്ടും. നീ എന്നെ എന്ത് ചെയ്യും? ഇനി ചവിട്ടിയാൽ നിന്നെയും കൂടെ കൊല്ലും. അത് മാത്രമല്ല നിന്റെ വീടിനെയും കൂടെ കത്തിക്കും. അയ്യോയ്യോ അങ്ങനെ വെച്ചാലേ എന്ത് ചെയ്യാനല്ലേ ഗൈസ്. എൻ്റെ കയ്യിൽ ആകെക്കൂടെ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു ഗൈസ്. അതെന്ന് വെച്ചാലൊക്കെ അവന് ഭയങ്കര പട്ടിഷോ ഗൈസ്. ഓക്കെ ലാമറിൻ്റെ ഭയങ്കര പട്ടിഷോ. ഓക്കെ അവൻ്റെ കയ്യിൽ ഒരു കിഡിലെ ഡിഫൻഡർ വന്നപ്പോൾ അവന് ഭയങ്കര പട്ടിഷോ ഗൈസ്. ഓക്കെ എന്തായാലും ഇതിന് പകരം പ്രതികാരം ചെയ്യും ഗൈസ്. ഞാൻ അവൻ്റെ കാലം അടിപൊളി കിടുക്കാച്ച് നല്ല ഏതാണ് നല്ല ഏതാണ് നല്ല കിഡിലെ ഡോളേഴ്സ് പതിപ്പിക്കണ വണ്ടിയെ വാങ്ങും ഗൈസ്. ഓക്കെ അവയിപ്പോൾ എന്തായാലും ഒട്ട് ചെയ്ത് ശരിയല്ല കേട്ടോ. എന്തായാലും ഞാൻ എന്തായാലും ഇന്നും ജോലിക്ക് പോകണല്ലോ ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടെങ്കിൽ ഇതേ വണ്ടി വാങ്ങിയാൽ പോകണം. ഓക്കെ നമുക്കെന്തായാലും അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കെന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു മിഷൻ ചോദിക്കാം ഗൈസ്. എന്നിട്ട് നമുക്കെന്തായാലും ഒരു കിടിലെ വണ്ടി അങ്ങ് നൈസായിട്ട് എടുക്കാം ഗൈസ്. ഓക്കെ അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ നമുക്ക് മില്യണയർ ആവണം ഗൈസ്. ഓക്കെ അത് മാത്രമല്ല നമ്മുടെ ഈ പണിയൊക്കെ നമുക്ക് എന്തായാലും നിർത്തണം ഗൈസ്. ആ ഒരു അവസ്ഥയിലാവണം ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ലെസ്റ്ററിനോട് എന്തെങ്കിലും മിഷനും കണക്ക് എന്നിട്ട് ചോദിക്കാം. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ലെസ്റ്ററില്ലേ ലെസ്റ്റർ. ഓക്കെ ലെസ്റ്ററാണെങ്കിൽ നമുക്കൊരു അടിപൊളി മിഷനും കണക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വഴി വെച്ച് എന്തായാലും ഒരു ഡ്യൂക്ക് നൈസർ അടിച്ചു പറ്റാം. ഈ വണ്ടി നൈസർ അങ്ങ് എടുക്കുക കേട്ടോ. എന്തായാലും ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് അടിച്ചു പറ്റാച്ചല്ലോ. ഓക്കെ ഇത് നൈസർ വണ്ടിയാണ് കേട്ടോ. ഇത് നൈസായിട്ട് നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ എന്തായാലും ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ലാമറിൻ്റെ ഇരിക്കണക്കാളും വണ്ടിയേക്കാളും കിടുക്കാച്ചായിട്ടുള്ള വണ്ടി വാങ്ങണം ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ ഞാനിപ്പോൾ ലെസ്റ്ററിനോട് എന്തെങ്കിലും ഒരു മിഷൻ തരുമെന്ന് ചോദിച്ചത്. ഓക്കെ അപ്പോൾ പുള്ളി എന്നാലും ഒരു മിഷന് കണക്ക് എന്തായാലും തന്നു. ഓക്കെ എന്താണ് സംഭവം എന്ന് വെച്ചാലൊക്കെ പുള്ളിയുടെ ഒരു ശത്രുക്കളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ അയാളുടെ പേരെന്ന് വെച്ചാൽ എന്താണ് സ്മിത്ത് എന്ന് അങ്ങനെ എന്തോ ആണ് ഗൈസ് അയാളെ പേരെന്ന് വെച്ചാൽ. ഓക്കെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ശത്രുക്കളൊക്കെയാണ്. ഓക്കെ അവൻ്റെ പേര് സ്മിത്ത് എന്ന് അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഓക്കെ അപ്പോൾ ലെസ്റ്റർ എന്താണ് പറഞ്ഞു വെച്ചാൽ സ്മിത്ത് ആണെങ്കിൽ പുതിയതായിട്ടൊരു വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും പുതിയതായിട്ട് എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ആ വണ്ടി നൈസായിട്ട് എന്തായാലും അങ്ങ് നശിപ്പിച്ച് കളയാനാണ് കേസ് നമ്മുടെ ലെസ്റ്ററുകളൊക്കെ നമുക്ക് എന്തായാലും പറഞ്ഞു വെച്ചാൽ. ഓക്കെ ആ വണ്ടി നീ എടുക്കുക, അതേപോലെ തന്നെ ലെസ്റ്ററിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക, അങ്ങനെ എല്ലാം ചെയ്താൽ നമ്മളെ കൂടെ കൊല്ലുമെന്നാണ് കേസ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു. ഓക്കെ അത്രമാത്രം ദേഷ്യം ഉണ്ടെന്നാണ് പറഞ്ഞു. ഓക്കെ നൈസായിട്ട് പോയിട്ട് അവൻ്റെ വണ്ടിയെ കത്തിച്ചളയാനാണ് പറഞ്ഞു വെച്ചാൽ. ഓക്കെ അവൻ്റെ വീട്ടിൻ്റെ പോയിട്ട് അവൻ്റെ വണ്ടി നൈസായിട്ട് കത്തിക്കാനാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നൈസർ കത്തിക്കുക കേട്ടോ. അത് ഏത് വണ്ടിയാണെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ നമുക്കെന്തായാലും ആ വണ്ടി നൈസർ അങ്ങ് കത്തിച്ച് കളയാൻ കേസ്. അതല്ലാതെ ഇപ്പോൾ വേറെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിനി ഇടയ്ക്ക് വെച്ച് അവിടെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോയി ലെസ്റ്റർ കുറേ സ്റ്റിക്കി ബോംബ് സാധനങ്ങളും തന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് അവൻ കത്തിക്കാം കേസ്. ഓക്കെ നമുക്ക് എന്തായാലും നേരെ സ്മിത്തിൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് നമ്മളെന്തായാലും സ്മിത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. സ്മിത്തിൻ്റെ വീട് അല്ലെങ്കിൽ നമുക്ക് അറിയാം കേട്ടോ. പണ്ട് നമ്മുടെ ലെസ്റ്ററിൻ്റെ ബിഗ് ഫ്രണ്ട് ആയിരുന്നു സ്മിത്ത് എന്ന് വെച്ചാൽ. ഓക്കെ ഇപ്പം എന്തോ കാരണം കൊണ്ട് ശത്രു കേസ്. ഓക്കെ സ്മിത്ത് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. എന്തായാലും അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഞാൻ വന്നത് ഗായ്സ്. ഈ വണ്ടിയാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ. ഇതാണ് അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകണം. ഓക്കെ ഇതാണ് പാർക്കിംഗ് ഏരിയ. ഒക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു സർവീസ് സെൻറ്റർ എന്നാലും ഇവിടെ എന്തായാലും ഉണ്ടാക്കി ബെന്നിയുടെ അല്ല വേറെ. ഓക്കെ ഷെൻജാളിയ കേസ്. എന്തായാലും നമുക്കാണെങ്കിൽ ലെസ്റ്റർ കുറേ ഗണ്ണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇതെല്ലാം വെച്ച് എന്തായാലും സ്മിത്തിൻ്റെ വണ്ടി നശിപ്പിക്കാനാണ് പറഞ്ഞത് വെച്ചാൽ. ഇതാണ് സ്മിത്തിൻ്റെ വണ്ടിയൊക്കെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയാനെന്നൊക്കെ. ഈ വണ്ടി നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അത്രയും ദേഷ്യം എന്നാണ് പറഞ്ഞത്. ഓക്കെ നമുക്കപ്പോൾ ഈ വണ്ടി നൈസറും കത്തിച്ചോളാം കേസ്. ഓക്കെ എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ഉണ്ട്.
ഗ്ലാസ് ഒക്കെ പറഞ്ഞാൽ എറിയാൻ കേസ്. ഓക്കെ മൊത്തം നമുക്ക് എന്തായാലും ഈ വണ്ടി കത്തിച്ച് കളയാൻ കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ലെസ്റ്ററിങ്ങളൊക്കെ നമുക്ക് എന്തായാലും ക്യാഷ് തരും. ഓക്കെ അതൊക്കെ വെച്ച് നമുക്ക് കിടില വണ്ടി അങ്ങനെ കേസ് അങ്ങ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഫുള്ള് സെറ്റ് ആകാം കേസ്. ഓക്കെ നമുക്ക് എല്ലാം കത്തിക്കാം കേസ്. ഓക്കെ എന്നാലും ശരിയാവത്തില്ല കേസ്. ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് അങ്ങനെ സ്റ്റിക്കി പോകുമ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കത്തിക്കാൻ. എൻ്റെ മോനെ ഗൈസ് ആര് ലംബോർഗിനി നമ്മൾ കത്തിച്ചേ കാണട്ടെ. എനിക്ക് കത്തിക്കാൻ ഒട്ടും തോന്നിയില്ല. അത്രയും നല്ല കിടിലെ വണ്ടിയാണ് കേട്ടോ. എന്നാലും പോലും നമ്മൾ കത്തിച്ച് ബാക്കിയുണ്ടെന്നാണ് ലെസ്റ്റർ പറയുന്നത്. ഓക്കെ അതുകൊണ്ട് എല്ലാം നശിപ്പിച്ച് കളയാൻ കേസ്. ഓക്കെ എന്തായാലും സെറ്റാണ് കേസ്. എന്തായാലും നമ്മളങ്ങനെ വണ്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ ലെസ്റ്റർ പറഞ്ഞ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് എന്നാലും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ലെസ്റ്റർ ആദ്യം പറയാൻ 100 മില്യൺ തരാമെന്നാണ്. ഓക്കെ എനിക്കിവിടെ ഇപ്പം 350 മില്യൺ തന്നിട്ടുണ്ട് കേട്ടോ ലെസ്റ്റർ. ഓക്കെ ഇനി എനിക്ക് പണിക്കേണ്ട ആവശ്യമില്ല കേസ്. ഓക്കെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് കേസ്. ഞാൻ ഇനി ഒരു മില്യണയറാണ്. ഓക്കെ അത് മാത്രമല്ല ലാംബോർഗിനിയിൽ ഇരിക്കണ ആ ഒരു ഡിഫൻഡർ അല്ലേ. ഓക്കെ അതിനെക്കാട്ടും 20 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള ഇതുവരെയായിട്ട് ആരും ഇറക്കാത്തതായിട്ടുള്ള ഒരു കിടില വണ്ടിയാണ് കേസ് ഈ ലംബോർഗിനി ടെർസോ എന്ന് വെച്ചാൽ. ഓക്കെ ഈ വണ്ടി കുറേ പ്രാവശ്യം എന്തൊക്കെയോ ഇറക്കിയിട്ടെന്നാലുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ആരും ഈ വണ്ടി സ്വന്തമാക്കിയിട്ടില്ല കേസ്. ഓക്കെ നമ്മൾ മാത്രമാണ് കേസ് ഈ വണ്ടി സ്വന്തമാക്കിയെന്ന് വെച്ചാൽ. അത്രയും പൈസ ഇറക്കി നമ്മൾ വണ്ടി വാങ്ങിച്ചാണ്. ഈ വണ്ടിക്ക് ഏകദേശം ഒരു $200 മില്യൺ വെച്ചാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതെന്ന് വെച്ചാൽ. ഇനി ബാക്കി 150 മില്യൺ ഉണ്ട്. ഇനി നമുക്ക് മിഷൻ ചെയ്ത് ഇതേപോലെ പൈസ ഉണ്ടാക്കാൻ കേസ്. ഓക്കെ എന്തായാലും എനിക്കില്ല ലാമറിൻ്റെ മുമ്പിൽ ഒരു സംഭവം ചെയ്യണം കേസ്. ഓക്കെ അവൻ നേരത്തെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒമിനെ അവൻ കത്തിച്ചളഞ്ഞ കേസ്. ഓക്കെ എനിക്കിനി അവൻ്റെ മുമ്പിൽ ഷോ ഇറക്കണം കേസ്. ഓക്കെ നമുക്കപ്പോൾ നേരെ ലാമറിൻ്റെ വീട്ടിൽ പോകാം. ഓക്കെ അവനിട്ടൊരു പണി എടുക്കണം. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പം അങ്ങനെ ലാമറിൻ്റെ വീട്ടിലൊക്കെ വന്നേ കാണാം കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ നിന്റെ ലുക്ക് മൊത്തത്തിൽ മാറിയല്ലോടാ. എന്താടാ എൻ്റെ ലുക്ക് മാറാതിരിക്കാൻ ഇപ്പം നിനക്കെന്ത് എടാ ഫ്രാങ്ക്ലിനോ നീ എത്ര ലുക്ക് മാറ്റിയാലും നിൻ്റെ കയ്യിൽ 10ൻ്റെ പൈസയും ഇല്ല കാറും ഇല്ല. എടാ നിൻ്റെ കയ്യിൽ ഇപ്പം എത്ര രൂപയുണ്ട്? എൻ്റെ കയ്യിൽ ഇനി എല്ലാം കൂടെ ടോട്ടൽ ഒരു 50 മില്യൺ ഉണ്ട്. 50 ഉള്ളോ? എൻ്റെ കയ്യിൽ 150 മില്യൺ ഉണ്ട്. അത് മാത്രമല്ല ഞാൻ ഇനി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്ത് ചെയ്തിട്ടെങ്കിൽ. അത് മാത്രമല്ല ഞാനാണെങ്കിൽ ഒരു $350 മില്യൺ ഉണ്ടാക്കി. അതിലൊരു 200 മില്യണോ 250 മില്യൺ വെച്ച് ഞാൻ ഈ കാണുന്ന ലംബോർഗിനിയുടെ ടെർസോ അങ്ങനെ ഈസായിട്ട് അങ്ങ് വാങ്ങി. ലംബോർഗിനിയുടെ ടെർസോ പക്ഷെ എൻ്റെ പോന്നെ ഇതൊരു കോൺസെപ്റ്റ് മോഡൽ കാറല്ലേടാ. ആടലാമറ അത് നീ പറയാൻ ശരിയാണടാ. ഈ വണ്ടി ഇതുവരെയായിട്ട് കമ്പനി പോലെ നേരെ ഇറക്കിയിട്ടില്ല. ഈ വണ്ടി ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് ആരും സ്വന്തമാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ മാത്രമാണ് ഈ വണ്ടി സ്വന്തമാക്കിയത്. ഞാൻ കുറേ പൈസ ഇറക്കി ഈ വണ്ടി നൈസറങ്ങ് പർച്ചേസ് ചെയ്ത്. ഒന്ന് പോടലാമറേ അല്ല സോറി എടാ പോട ഫ്രാങ്ക്ലിനെ വല്ലവൻ്റെ വണ്ടി വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഷോ അടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ നിന്ന് കുറച്ച് കടം ചോദിച്ച് കുറച്ച് പൈസയും അവൻ്റെ ജാക്കറ്റും എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ട് വന്നതല്ലേ. അല്ലാതെ നിൻ്റെ കയ്യിൽ ഈ വണ്ടിയും ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഒന്ന് പോടലാമറ നീ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. സത്യമായിട്ടാ അത് എൻ്റെ വണ്ടിയാണ്ട്രാ. എൻ്റെ പുതിയ ടാർസോ ആണ്. അങ്ങനെയാണോ? എന്നാൽ ഇപ്പം വണ്ടി കത്തിച്ചിട്ട് തന്നെ കാര്യം. വണ്ടി കത്തിച്ചാൽ നിന്റെ അവസ്ഥ ഇതേപോലെ ആയിരിക്കും. ഗൈസ് ഞാനില്ല നൈസായിട്ട് നല്ല ലാമറിൻ്റെ ഡിഫൻഡർ അല്ല അത് പതുക്കെ അങ്ങ് എടുത്തു ചെയ്തു. ഓക്കെ എന്നിട്ട് ഞാൻ ഇപ്പം എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വണ്ടി ഫുള്ള് ഇടിച്ചു കയറ്റാൻ പോകണം. ഓക്കെ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ മോനെ ഗൈസ് നമ്മളങ്ങനെ അടിച്ചങ്ങനെ മറിഞ്ഞടിച്ചങ്ങനെ വീണേക്കാണ്. എൻ്റെ പൊന്നടാവേ എടാ ഫ്രാങ്ക്ലിനോ നീ എൻ്റെ വണ്ടി നശിപ്പിച്ചല്ലേടാ. ഞാൻ നിന്റെ വണ്ടി നശിപ്പിക്കുക നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് ആരാണെന്ന് ഞാൻ അറിഞ്ഞൂടാ കേട്ടാ. ഗൈസ് നേരത്തെ എന്താണ് എനിക്ക് അവനെ അടിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവനാണ് എൻ്റെ വയറ്റിൽ എന്തോ ഒരു സാധനം വെച്ച് കുത്തി ഇറക്കിയത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഗണ്ണ് വർക്കായില്ല. എനിക്ക് ഇവനെ മര്യാദയ്ക്ക് അടിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. ഓക്കെ എന്നാലും ഇപ്പം എന്തായാലും റെഡി ആയിട്ട് എന്നാലും ഉണ്ട് കേട്ടാ. ഞാൻ എന്തായാലും ഇവൻ്റെ വണ്ടിയെ നശിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ എടാ ലാമറ നീ നേരത്തെ എൻ്റെ ഒമിനി നശിപ്പിച്ചല്ലേടാ. എൻ്റെ ഒമിനി നേരത്തെ കത്തിച്ചല്ലേടാ. നിനക്ക് എൻ്റെ വണ്ടി അടുത്തേക്ക് എന്ത് ധൈര്യമാണ് ഉള്ളത്? എടാ ഫ്രാങ്ക്ലിനെ നീ എന്നെ കൊല്ലുമല്ലേടാ. ഞാൻ മുമ്പ് നിന്നെ കൊല്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇന്ന് നിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് തന്നെ കാര്യം. എൻ്റെ പോയിന്റ് അതൊക്കെ പിന്നെ അത്ര ഉള്ളൂ കേസ്. ഓക്കെ നമ്മളങ്ങനെ നൈസായിടുന്നല്ലേ ലാമറിനെ കൊന്നേക്കാണ് കേസ്. ഓക്കെ ഇനി ഇങ്ങനെ ഒരു കൂട്ടുകാരനെ എനിക്ക് വേണ്ട കേസ്. അവ എൻ്റെ വണ്ടിയെ കത്തിച്ചേക്കണം. ഓക്കെ ഇവൻ്റെ ഈ വണ്ടിയും കൂടെ അങ്ങനെ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല കേസ്. ഓക്കെ അതും കൂടെ നൈസായിട്ട് അങ്ങനെ കത്തിച്ചേക്കാണ്. ഓക്കെ ലാമറിൻ്റെ ഡിഫൻഡർ അങ്ങനെ ഫുള്ളായിട്ട് നമ്മളങ്ങനെ കത്തിച്ച് കളഞ്ഞേക്കാണ്. ഓക്കെ അവൻ നേരത്തെ എന്തോ ഒരു സാധനം എടുത്ത് എൻ്റെ ദേഹത്ത് കുത്തിയത്. അതുകൊണ്ടാണ് എനിക്കൊന്ന് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ നമുക്ക് നല്ല കുറച്ച് സ്റ്റിക്കി ബോംബ് കൂടെ എറിയാൻ കേസ്. ഓക്കെ ഇതിൻ്റെ ബോഡി ഒന്നും വേണ്ട എല്ലാം കൂടെ കത്തി നശിക്കട്ടെ. ഇതിൻ്റെ വീട് തേങ്ങക്കോല എല്ലാം കത്തണം കേസ്. ഓക്കെ ഒന്നും വേണ്ട കേസ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി ലാമറിനെ കൊന്നേക്കാണ് കേസ്. ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും ഇല്ലേ എല്ലാം അങ്ങ് അടിച്ച് നശിപ്പിക്കാം കേസ്. ഓക്കെ ഇനി ഒന്നും വേണ്ട കേസ്. ഓക്കെ എന്തായാലും എല്ലാം ഞാൻ ഒരുമിച്ച് കത്തിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ മോനെ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചേക്കാണ്. എൻ്റെ ദൈവമേ എന്തൊക്കെയാണോ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ.
ഓക്കെ ഗൈസ്, ഇത്രയുള്ളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ് ഞാൻ എന്തായാലും ലാമറിനെ കൊന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ലാമർ എന്തായാലും ഇപ്പോഴും എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഏതെങ്കിലും മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഒരിക്കലും കേസ് നമ്മളെന്തായാലും കൊല്ലൂല കേസ്. ഓക്കെ, നമ്മളത് വെച്ച് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ മറ്റേ ഷിൻചാനെ വെച്ച് നമ്മൾ മറ്റൊരു സംഭവം ചെയ്തപ്പോൾ ഇതേപോലെ തന്നെയല്ല, അതേപോലെ തന്നെയാണ് കേസ്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റോറി വീഡിയോക്ക് മാത്രമായിട്ടാണ് നമ്മുടെ ലാമറിനെ കൊന്നതുപോലെ നമ്മൾ കാണിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ബാക്കി എല്ലാ സ്റ്റോറി വീഡിയോസിലും അവ എന്തായാലും ഉണ്ട് കേസ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇന്നത്തെ എല്ലാ ഈ ഒരു സ്റ്റോറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഞാനൊരു കിഡിലെ വീഡിയോട്ടാണ് കേസ് ഞാൻ എന്തായാലും ഇനി വരാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, എല്ലാവരും ലൈക്ക് സബ്ബും എല്ലാം തന്നെ എന്തായാലും ചെയ്യാം കേസ്. ഓക്കെ, പുതിയൊരു കിഡിലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.